ഹലോ നമസ്കാരം. നമുക്കിന്ന് SSC CGL ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റ് ssc.nic.in കയറുക. അതിൽ ഫസ്റ്റ് കാണുന്നതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ നമുക്ക് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2022 കൊടുക്കും. അതിൽ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുക്കുമ്പോൾ വരുന്ന ഒരു പേജാണത്. ഇപ്പോൾ ന്യൂ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂ യൂസറിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് താഴെ ചെന്ന് സബ്മിറ്റ് ചെയ്ത് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതല്ല നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് വരുന്ന വിൻഡോ ഇതാണ്. അതിൽ അപ്ലൈ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണണം എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ അതിൽ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ നല്ലപോലെ ഒന്ന് നിങ്ങൾ റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിൽ നോട്ടിഫിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന നമ്മുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അങ്ങനത്തെ കുറേ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം താഴോട്ട് നമ്മൾ കൊടുത്തേക്കുന്ന കാര്യങ്ങളെല്ലാം വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ എക്സാം സെൻറ്റർ പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ കേരളത്തിലാണ് എക്സാം എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ഞാനിതിൽ ആദ്യം കൊടുക്കുന്നത് ട്രിവാൻഡ്രം ആണ്, KKR തിരുവനന്തപുരം കൊടുക്കുക. അങ്ങനെ 3 സെൻറ്റേഴ്സ് കൊടുക്കണം. സെൻറ്റർ 2 ഞാൻ കൊല്ലം കൊടുത്തു, സെൻറ്റർ 3 ഞാൻ കോട്ടയം കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ് സർവീസ് മെന്നാണോ. എക്സ് സർവീസ് മെന്നാണെങ്കിൽ ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴോട്ട് വരുമ്പോഴേക്കും നമുക്ക് സ്ക്രൈബിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് താഴോട്ട് വരിക. അതൊക്കെ ആവശ്യമുള്ളവർ അത് കൊടുക്കുക, അല്ലാത്തവർ അതെല്ലാം സ്കിപ്പ് ചെയ്ത് കുറച്ച് കംപ്ലീറ്റ് സ്ക്രൈബിൻ്റെ ഇതാണ്. അതുപോലെ നമ്മുടെ ഡിസേബിൾഡ് പേഴ്സൺസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് വരാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ താഴോട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. കുറച്ചും കൂടെ താഴോട്ട് വരുമ്പോഴേക്കും നമ്മൾ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ അറിയാമല്ലോ. എൻ്റെ ഡിഗ്രിയാണ്, 12th മാത്സിന് 60% മാർക്കുള്ളവരും, പിന്നെ അതുപോലെ ഒരു ഇതും കൂടെ കേസും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടെ ഇതാണെന്നുണ്ടെങ്കിൽ അത് എസ് കൊടുക്കുക. താഴെയും ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യമുണ്ട്, അത് എസ് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ഏജ് റിലാക്സേഷൻ ഉണ്ടല്ലോ, അത് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫൈ എഡ്യൂക്കേഷനും കാര്യങ്ങളും കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ കൊടുക്കുക. നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ പാസിംഗ് ഇയറും, അതുപോലെ ഏത് സ്റ്റേറ്റാണ് നമ്മൾ പഠിച്ചത്, ഏത് ബോർഡാണ്, റോൾ നമ്പറും, പിന്നെ അതുപോലെ പെർസെൻറ്റേജും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുക. ഓക്കെ, കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നമ്മുടെ പേഴ്സണൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുമ്പോൾ നേരെ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചറാണ് വരുന്നത്. ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാം. താഴെ നമുക്ക് ജൂൺ 17 ശേഷമാണ്, 2022 ജൂൺ 17 ശേഷമാണ് ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എസ് കൊടുക്കുക. അതിനുശേഷം താഴെ നമ്മൾ ഡിക്ലറേഷനിൽ ഐ എഗ്രി കൊടുത്തിട്ട് ഈ ഒരു ക്യാപ്ചയും കൂടെ കൊടുത്തിട്ട് പ്രിവ്യൂ കൊടുക്കണം കേട്ടോ. പ്രിവ്യൂ കൊടുക്കുമ്പോൾ നമ്മൾ ഇത്ര നേരം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് വരും. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണോ എന്ന് വായിച്ച് നോക്കിയതിന് ശേഷം എല്ലാം കറക്റ്റാണെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ പിന്നെ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഫീമെയിൽ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഫീ എക്സംപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങളിപ്പോൾ മെയിൽ കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്തിട്ട് പേയ്മെൻറ്റും കൂടെ പ്രൊസീഡ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ കാർഡ് പേയ്മെൻറ്റോ ഏതാണെന്ന് വെച്ചാൽ പേയ്മെൻറ്റും കൂടെ അതിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയണം എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് നിങ്ങൾ പിന്നീട് നോക്കിയാലും മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു CGL നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷൻ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ താങ്ക് യു, ബൈ.